എല്ലാം സബ് കോൺട്രാക്ടേഴ്സ്. നമുക്കറിയാം നമ്മുടെ ടീമുണ്ട്. ഉണ്ട്. ഓക്കെ, അത് ശരി. അറ്റ് എ ടൈം എത്ര എംപ്ലോയീസിനെ അച്ഛൻ ഹാൻഡിൽ ചെയ്യേണ്ടി? 40 പേരെയൊക്കെ ഇല്ല. എന്റെ പേരോളിലൊന്നും ആരുമില്ല. എല്ലാം സബ് കോൺട്രാക്ടേഴ്സ് ആയതുകൊണ്ട് അവര് ഹാൻഡിൽ ചെയ്തോളും. നമ്മള് ശമ്പളം കൊടുത്താൽ. അതായത് അവരുമായിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലുള്ള ഒരു പേയ്മെന്റ് കൊടുക്കാൻ പാർഷ്യൽ പാർട്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ടാക്സേഷൻ ഒക്കെ വരുന്നത് ടാക്സ് കമ്പനികളുണ്ട്, അവർ ടാക്സ് അക്കൗണ്ടിങ് ചെയ്തോളും. ഓക്കെ. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ ചിക്കാഗോയിൽ എത്ര വർഷം ജീവിച്ചു? ചിക്കാഗോയില് 8 വർഷമുണ്ട്. 8 വർഷം. ആ 8 വർഷത്തിൽ അച്ഛൻ ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നതും കുടുംബകാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ? അന്ന് വളരെ ബുദ്ധിമുട്ടാണ്. 3 മക്കളെ വളർത്തണം, വീട്ടിൽ പണം കൊടുക്കും, പിന്നെ ഹെൽപ്പ് ചെയ്യണം, ഭാര്യയുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യണം. അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻകം വളരെ കുറവാണെങ്കിൽ ബുദ്ധിമുട്ടുന്ന കാലമുണ്ട്. ബിസിനസ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിന് 1 പൈസയും ഇല്ലാതല്ലേ ഈ ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞാലും ഈ 3 മക്കളെയും വളർത്തി ഇതിന് ഇടയ്ക്ക് ഈ 3 മക്കളെ 5 വർഷത്തേക്ക് മലയാളം പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിൽ വിട്ടു. അതിൻ്റെ ഗുണം ഇന്നും എന്റെ മക്കൾക്കുണ്ട്. അത് ശരി. അവരെങ്ങനെ നാട്ടിൽ കൊണ്ടുപോയി സ്കൂൾ, പ്രൈമറി സ്കൂളിൽ ചേർത്തു? അവിടെ ഒരു വെണ്ണിക്കുളത്ത് ഒരു ബദനി സ്കൂളുണ്ട്. ബദനി സ്കൂളിൽ കേട്ടു. ഹോസ്റ്റലായിട്ട് നിർത്തി പഠിപ്പിച്ചു? അല്ല, വീട്ടിൽ നിന്ന് പോയി. അല്ല, പെരുമ്പട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഞാൻ 20 വയസ്സായപ്പോഴത്തേക്ക് പെരുമ്പട്ടിയിൽ നിന്ന് അപ്പന്റെ ദേശമായ പുല്ലാട്ടോട്ട് മൂവ് ചെയ്തു. കുമ്മനാട് പുല്ലാട്ടോട്ട്. അവര് ബദനി സ്കൂളിൽ പോയി അപ്പൻ റിട്ടയർ ആയിട്ട് അപ്പം NCC ഇൻസ്ട്രക്ടറായിട്ട് കോഴഞ്ചേരി കോളേജ്, പത്തനംതിട്ട കോളേജ്, തിരുവല്ല കോളേജ് അങ്ങനെയുള്ളിടത്ത് പോവും, തിരിച്ചു വരും, ഉമ്മരെ നോക്കും. അങ്ങനെയുള്ള കാലമായിരുന്നു. അച്ഛനും അമ്മ എവിടെയാ? ഞങ്ങൾ അമേരിക്കയിലാണോ വീട് മേടിച്ചോ? വന്ന് ദൈവം തന്ന അനുഗ്രഹം 1978 വീട് വാങ്ങിച്ചു. 76 അച്ഛൻ ഇങ്ങോട്ട് വന്നു. അല്ലെ 1 ഇയറിനുള്ളിൽ തന്നെ ഒരു വീട് മേടിച്ചു, മോർഗേജ് ഒക്കെ തുടങ്ങി. അങ്ങനെയായിരുന്നു. അത് സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടുന്ന അനുഗ്രഹമല്ല. അത് ആ കാൽക്കുലേഷൻ നോക്കുമ്പോ ആർക്കും അതിനുള്ള ഒരു അന്ന് ഈ മിഷൻ ഷോപ്പിൽ നിന്ന് അത്രയും പൈസ കിട്ടുമായിരുന്നത് കൊണ്ട് അതങ്ങ് ജമ്പ് ചെയ്തു അങ്ങോട്ട്. അതങ്ങ് തോന്നി. അത് ശരി. അപ്പോ അങ്ങനെയായിരുന്നു ലൈഫ്. പിള്ളേരെ നാട്ടിൽ വിട്ട് 6 വർഷം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഡാളസിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഡാളസിലോട്ടാണ് മക്കള് വരുന്നത്. മക്കളെ റിച്ചർഡ്സൺ സ്കൂളുകളിൽ വിട്ടു, പഠിപ്പിച്ചു, ഹൈസ്കൂൾ പാസ്സായി. മൂത്തയാളിനെ ഇന്ത്യയിൽ മെഡിസിൻ വിടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെങ്കിൽ അത് പറ്റിയില്ല. ഹംഗറി എന്ന് പറയുന്ന ഒരു ഫോറിൻ രാജ്യത്ത് വിട്ട് അവിടെ അദ്ദേഹം മെഡിസിന് പോയി. രണ്ടാമത്തെ ആള് മെഡിസിന് ഒരു 3 വർഷം പോയി കഴിഞ്ഞപ്പോൾ ആശാൻ ക്ഷീണിച്ച് ട്രേഡ് മാറി കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് പോയി. അതിന് മാസ്റ്റേഴ്സ് എടുത്തു. മറ്റവൻ ഡോക്ടറായി. ഇതിനിടയ്ക്ക് കൊച്ചവനും ടെക്സസ് ടെക്കിൽ പോയി ബാച്ചിലേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും പറഞ്ഞു ഞാനും മെഡിസിന് പോകും. അങ്ങനെ 3ാമത്തെ ആളും മെഡിസിൻ പാസ്സായി. ഈ പണമില്ലെങ്കിലും തമ്പുരാൻ അവിടുന്നോ ഇവിടുന്നോ ഒക്കെ തന്നു. ഭാര്യ നേഴ്സായിരുന്നു, പാസ്സാഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ദൈവം നടത്തി. ഇതൊക്കെ ഒരു അനുഗ്രഹം. കാശുണ്ടെങ്കിലും പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടല്ലോ. അതെ. അങ്ങനെ അപ്പൊ ഈ അച്ഛൻ ഈ സമയത്തൊക്കെ നാട്ടിലൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അന്നൊക്കെ പ്രയാസമില്ലേ? പ്രയാസം ഉണ്ട്. കാരണം 5 പേര് പോയി വരണമെങ്കിൽ 5-6 ലക്ഷം രൂപ ഒരു പ്രാവശ്യം വരണമെങ്കിൽ ഒരു $15,000-20,000 ചെലവാകും. അപ്പൊ അന്ന് ഫ്ലൈറ്റ് ഒക്കെ ഇറങ്ങി കയറിയൊക്കെ പോണം. എങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ സംഗതികൾ ദൈവം തമ്പുരാൻ നടത്തി. ബോംബെയിലോട്ടാ വരുന്നത് അല്ലേ? വേറെ എങ്ങും വരില്ല? ഞാന് വന്ന ബോംബെ, പിന്നെ എറണാകുളം, കൊച്ചി. അങ്ങനെ വന്നു. അപ്പൊ അച്ഛൻ ഈ ചിക്കാഗോയിൽ 8 വർഷം താമസിച്ചതിലേ ഇപ്പൊ ഡാലസും
ഒരു വേറൊരു ട്രോപ്പിക്കലിലാണ്, ചിക്കാഗോ വേറൊരു ട്രോപ്പിക്കൽ. ഈ തണുപ്പ് അല്ലെ കാലാവസ്ഥ അച്ഛനെ എത്രമാത്രം ഹൗ ബെറ്റർ ഓരോ സ്ഥലവും? ഷിക്കാഗോയിൽ ഏറ്റവും കൂടുതൽ ഐസ് വീണത് 79-ലാണ്. ഓക്കെ. അന്ന് ഒരു ദിവസം എനിക്ക് തോന്നുന്നത് 96 ഇഞ്ച് വണ്ടി കാണത്തില്ല, ഒന്നും കാണത്തില്ല, ട്രെയിൻ ഇല്ല. അന്ന് ജോലിക്ക് പോയി തിരിച്ചു വരാൻ ട്രെയിനുകളില്ല, ഒന്നുമില്ല, നടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഈ മലയാളികൾക്ക് മുഴുവൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതൊരു ഹരമായിരുന്നു. ഏത് മലയാളിക്ക് മൂവ് ചെയ്യണമെങ്കിലും എങ്ങനെയാണെങ്കിലും പോവും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഡാലസിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു അനുഭവം ഇല്ല സത്യത്തിലല്ലേ. ഐസില്ല, പക്ഷെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ടവരെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരു കാതം എന്നോടുകൂടി വരാൻ പറഞ്ഞാൽ 4 കാതം അവന്റെ കൂടെ പോകുന്ന ഒരു സ്വഭാവമുണ്ട്. ആരോടും വർത്തമാനം പറയും. ഇങ്ങോട്ട് വേണ്ടിയില്ലേലും അങ്ങോട്ട് കയറി ഇടിക്കുന്ന സ്വഭാവം. അച്ഛൻ്റെ ആ അതർ സിബ്ലിങ് ആ സമയത്തൊക്കെ എങ്ങനെയായി? അച്ഛൻ ഒരു ബ്രദർ കൂടി ഇല്ലേ നാട്ടിലെ? ഇന്നും ബ്രദർ നാട്ടിൽ തന്നെയാണ്. അപ്പൻ മരിക്കുന്നത് അപ്പനും അമ്മയും പോകുന്നിടം വരെ അപ്പനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരവരുടെ സ്വത്തുക്കൾ ഇട്ടേച്ച് വരികയില്ല. അങ്ങനത്തെ സ്വഭാവമാണ്. പിന്നെ അവസാനമായപ്പം അമേരിക്കയിലെ കൂട്ടുകാരൊക്കെ പോയിട്ട് അന്ന് പറഞ്ഞപ്പോൾ ഈ കൊണ്ടുവരാനുള്ള സാഹചര്യവും ഒത്തുവന്നില്ല, അതിനുള്ളത് പറ്റിയില്ല. അതുകൊണ്ട് അപ്പനെയും അമ്മയും നോക്കാൻ വേണ്ടി അനിയനെ അവിടെ നിർത്തി. അവൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് അവനെ വിളിച്ച് അവിടെ വരുത്തി. ഇതിനിടയ്ക്കാണ് അവൻ കല്യാണം കഴിക്കുന്നത്. അവന് സൗദി അറേബ്യയിലായിരുന്നു, ഷാർജയിലായിരുന്നു. അപ്പം ആ സമയത്താണ് അവൻ വിവാഹം കഴിക്കുന്നത്. അവരിപ്പോഴും പെരുമ്പട്ടിയിലുണ്ട്, പെരുമ്പട്ടിയിലെ വസ്തുക്കൾ വിറ്റിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവിടെ കുടുംബങ്ങളൊക്കെ അറിയാം. പെരുമ്പട്ടിലെല്ലാം ഒത്തിരി വീടുകളുണ്ട്. എന്നിട്ട് പിന്നെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞു. പിള്ളേരൊക്കെ പഠിച്ചു. 3ാമത്തെ ആളിനും ഡോക്ടറായി. മൂത്തവൻ്റെ കല്യാണം കഴിഞ്ഞു. 2ാമത്തെ അവൻ്റെ കല്യാണം കഴിഞ്ഞു. 3ാമത്തെ ആളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലാ. അതെ. ഓക്കെ. അപ്പൊ അച്ഛന് 3 ബോയ്സ് ആണ്. 3 ബോയ്സ്. കൊച്ചുമക്കളൊക്കെ ആയി. ഇപ്പൊ ഒരു മൂത്തവന് മാത്രമേ മക്കളുള്ളൂ. 2 കൊച്ചുമക്കളുണ്ട്. 2ാമത്തെ ആള് കല്യാണം കഴിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ. അപ്പൊ ഈ ഹംഗറി പോയ ഈ മോന്റെ എഡ്യൂക്കേഷനെ പറ്റി അച്ഛൻ എന്തോ അഭിപ്രായം? ഹംഗറി രാജ്യത്തെ എഡ്യൂക്കേഷനും എക്സ്പെൻസ് ആവറേജ് അല്ല. ഒരു കാരണം എല്ലാം കാശ് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഈ ഹംഗറിയിൽ പോകുന്നവർക്ക് $100,000 to $150,000 കടം മിക്കവാറും വരും. ഇവനൊരു $100,000 കടം വന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ആ ഒരു എഡ്യൂക്കേഷന് ഇവിടെയായിട്ട് മാച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒന്നുമില്ല. ഈ അമേരിക്കൻ സപ്പോർട്ടഡ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട്. പിന്നെ ഒത്തിരിയും ഹംഗറി പഠിച്ച പിള്ളേർ ഒത്തിരിയും ദൈവകൃപയില്ലാത്തവർ ഒത്തിരി പേര് തോറ്റു അതിന്നും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കൊച്ചവൻ പഠിച്ചത് കരീബിയനിലാണ്. റോസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ ഏറ്റവും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവൻ റോസിലാണ് പഠിച്ചത്. പക്ഷെ ഇപ്പം അവിടെ പോയാൽ ഈക്വലൻസിയുടെ ഒരു പ്രയാസമില്ലേ? ഇവിടെ വന്നത് അതറിയത്തില്ല എനിക്ക്. എന്തൊക്കെയോ അവർക്ക് വീണ്ടും പഠിക്കണമെന്നോ ഏതാണ്ടൊക്കെയോ. അപ്പം അങ്ങനെയാണ്. അങ്ങനെ 3 പേരും. അപ്പം അമ്മാമ്മയുടെ സിബ്ലിങ്സ് ആരെങ്കിലും? ഞാൻ ഇതിനിടയ്ക്ക് 87 ആയപ്പോഴേക്ക് മദറിൻലോയെ കൊണ്ടുവന്ന് അവര് ഫാമിലി എന്ന് പറയുന്നത് പവോത്തിക്കുന്നൽ ഫാമിലി മല്ലപ്പള്ളിയിൽ ഏരിയയിലെ അവര് CSIക്കാരുണ്ട്. വട്ടശ്ശേരി മെത്രാനുണ്ട്, ക്ലീമീസ് മെത്രാനുണ്ട്. അത്രയും അത്രയും വെൽ നോൺ ഫാമിലിയാണ്.
അങ്ങനെയാണ്. അത് ശരി. അവരുടെ സിബ്ലിങ്സ് ഇവിടെ ഉണ്ട്. അവരെത്ര പേര് വന്നു? അവരെ 3 പേര് വന്നു. അവര് ഇതുപോലെ ചിക്കാഗോയിൽ തന്നെ ആദ്യം വന്ന? അല്ല, ഇവിടെ തന്നെ. അവരിപ്പോഴും ഡാലസിൽ തന്നെ ഉണ്ടോ? എല്ലാരും ഡാലസിലുണ്ട്. ഓക്കെ. ആരും ചിക്കാഗോയ്ക്ക് പിന്നെ പോയിട്ടില്ല. ഓക്കെ ഓക്കെ, അത് ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അച്ഛന് ഈ അമേരിക്കയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നു. അച്ഛൻ കല്യാണം കഴിച്ച ഉടനെ വന്നു. ഇന്ത്യയിൽ ഒരു പറഞ്ഞ ഒരു 20 വർഷം അല്ലെ 28 വർഷം ഇന്ത്യ താമസിച്ചു. അതിൽ കൂടുതൽ അമേരിക്കയിലായി. 47 വർഷം അമേരിക്കയിലായി. പൊതുവിൽ പറഞ്ഞാൽ അച്ഛന് ഇന്ത്യയായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പൊ എങ്ങനെയാ അച്ഛന് തോന്നുന്നത്? ഇവിടെ വന്നിട്ടുള്ളവരാരും തന്നെ തിരിച്ചു പോകില്ല. തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവർ തിരിച്ചു പോരും. ഓക്കെ. മക്കളെ ഇട്ടിട്ട് ഒരുത്തരും പോകുമെന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ ഭ്രാന്ത് കയറി വീട് പണിയുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെങ്കിൽ അതൊന്നും വില പോകത്തില്ല, നിക്കത്തുമില്ല, കിട്ടുകയില്ല. പിന്നെ എല്ലാം പാഴ്വേല ചെയ്താലും തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. തമ്പുരാൻ ഇല്ലാത്തവൻ വല്ലവനും ഏത് വിധത്തിൽ കള്ളപ്രവാചകന്മാർ ഒത്തിരി ഉണ്ട് ഇവിടെ. ആ കള്ളപ്രവാചകന്മാരൊന്നും രക്ഷപ്പെടുകയില്ല. ഇപ്പൊ നമ്മൾ 2022 CSA കോൺഫറൻസിലാണല്ലോ നമ്മൾ ഈ കണ്ടുമുട്ടിയത്. അപ്പൊ അച്ഛൻ അറിയാം അമേരിക്കയിലെ ഈ പറഞ്ഞ സ്ഥലങ്ങൾ ചിക്കാഗോ, ഡിട്രോയിറ്റ്, ന്യൂയോർക്ക്, വാഷിങ്ടൺ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഓരോ സ്ഥലത്തെ പറ്റിയും പറഞ്ഞാൽ അറിയാവുന്ന ഓരോ വ്യക്തികളുടെ പേര് പറയാമോ? അതായത് നോർത്ത് അമേരിക്കയിലുള്ള പള്ളികളിലെ ഹൂസ്റ്റൺ മുതൽ എല്ലാ പള്ളികളിലും ഒരു ഫാമിലി 2 ഫാമിലിയെങ്കിലും എന്നോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലികൾ ഉണ്ട്. അതായത് കുമ്മനാട് പുല്ലാട് ഫാമിലികളുണ്ട്. അല്ല, മംഗലത്ത് ഫാമിലിയിൽ പെട്ട 150 ഫാമിലി ഇവിടെ അമേരിക്കയിലുണ്ടെന്നാണ് എന്റെ അറിവ്. ഒരു കോൺഫറൻസിന് പോയി കഴിഞ്ഞാൽ ഒരു 10-30 ഫാമിലിയിലും എന്റെ സ്വന്തം ആൾക്കാർ കാണും. അപ്പം ഇപ്പൊ ഹ്യൂസ്റ്റണിൽ പറഞ്ഞ അച്ഛൻ അറിയാവുന്ന മുതിർന്ന 2 പേരുടെ പേര് പറഞ്ഞാല് എന്റെ മദറിന്റെ കാര്യം പറഞ്ഞു. ജോൺ ഉണ്ട്. അവരുടെ ഫാമിലി മുഴുവനുണ്ട്. വേറെ കൂടത്തുംമുറിയിൽ ഒരു പുള്ളി, അവര് ഒരു പണിക്കുമുറിയാണോ? അല്ല, പണിക്കുമുറിയെ അറിയാം. പണിക്കുമുറിയെ അറിയാം. ജഡ്ജി ജൂലിയുടെ ഫാമിലി, ജൂലി കസിനാണ്. അങ്ങനെ ഒരു 20 ഫാമിലി മിനിമം ഭൂഷണിലറിയാം. ഷിക്കാഗോയിലും അത് തന്നെ. ന്യൂയോർക്കിലും ഒരു 50 ഫാമിലി കൂടുതലറിയാം. 50? അത് ശരി. ന്യൂയോർക്ക് 3 പള്ളി ഉണ്ടല്ലോ. ഫിലാഡൽഫിയയിലും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛൻ ഇത് ഇപ്പൊ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ 47 അച്ഛൻ ജനിച്ചെന്ന് പറഞ്ഞു. അതായത് ഒരു 48 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അതേ സമയം തന്നെയാണ്. അപ്പൊ 74 വയസ്സായ അച്ഛൻ ഇപ്പോഴും ജോലി ചെയ്യുന്നു. ഓണർഷിപ്പാണ്, ബിസിനസ് എന്റർപ്രനർ ആണ്. ഓക്കെ ഓക്കെ. അച്ഛൻ അടുത്തൊരു ജനറേഷൻ, അപ്പൊ ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് മൈഗ്രന്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ ആൾക്കാർ, അവർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഉദ്ദേശം. അന്നിപ്പോ ഗൂഗിളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഡ്രൈവ് ചെയ്തതും പഠിച്ചതും. ഇന്ന് കാലം മാറി, ഫോണുണ്ട്. എന്താണ് അച്ഛൻ ഒരു പോയിന്റ് പറയാനുള്ളത്? തമ്പുരാനെ വിടാതെ പിടിക്കുക. നിരാശ അല്ല, ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കുക, സത്യസന്ധമായിട്ട് പണിയെടുക്കുക. സത്യം വിട്ട് പ്രവർത്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അടി കിട്ടും. അതാരായാലും ദൈവത്തിന് വേല വെക്കാതിരിക്കുക. ദൈവവേലയാന്ന് ഇറങ്ങിയിട്ട് ദൈവത്തിന് വേല വെക്കുന്ന ഒത്തിരിയും ജനങ്ങളുണ്ട്. അത് നിർത്തിയാൽ രക്ഷപ്പെടും. പൊതുവെ പറഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച അച്ഛൻ കാണുന്നതാണല്ലോ. ഏറ്റവും ലാസ്റ്റ് അച്ഛൻ പോയത് കോവിഡിന് മുമ്പ്. എന്താണ് ഇന്ത്യയിൽ ഉള്ളവര്, അവിടെ ഇരിക്കുന്ന മന്ത്രിമാർ മുതൽ എല്ലാരും പറയും അമേരിക്കയെ ബീറ്റ് ചെയ്ത് കളയാമെന്നാ പറയുന്നത്. ഇനി ഒരു 200 വർഷം കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ അമേരിക്ക വരികയില്ല. കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന് മീതെ പറക്കാൻ മോഹം എന്ന് പറയുന്ന പോലെയാണ് ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ്. അവർക്ക് പണം ഉണ്ടാക്കാൻ
കൈക്കൂലി നിന്നാൽ അതെ റെയിൽവേ മുതൽ എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ അതെ പൊതുമരാമത്ത് വകുപ്പ് മുഴുവനും കൈക്കൂലി കൊണ്ട് കുമിഞ്ഞിരുന്ന സ്ഥലമാണ്. കാരണം റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം കൈക്കൂലി എത്ര കിട്ടും, എങ്ങനെയാ റെയിൽവേയിലെ ജീവിതമെന്ന് എനിക്ക് നല്ലപോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരണം അല്ലേ? അതെ അതെ അച്ഛാ, വളരെ സന്തോഷം. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. ഇന്ന് നമുക്ക് തിരക്കുള്ള ദിവസമാണല്ലോ. അപ്പൊ അടുത്ത ഒരു തവണ നമുക്ക് സഹകരിച്ചതിന് ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. നമ്മൾ ഇന്ന് കണ്ടുമുട്ടിയെങ്കിലും ഇന്ന് അച്ഛൻ എന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഇത്ര അറിയുന്നത്? അത് കുഴപ്പമില്ല. താങ്ക് യു. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാലോ.